ഹലോ ഗൈസ്, നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു മലമണ്ടയിലെ ഒരു ക്ലൗഡ് ബെഡ് കാണാൻ വേണ്ടിയാണ്. ഈ സ്ഥലം കല്യാണത്തിൻ്റെയാണ്. ഞാൻ കുറേ തവണ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവറൊക്കെ ചെയ്തൊരു വീഡിയോ ചെയ്യുന്നത്. എന്നുകൊണ്ട് ഞാൻ ഒത്തിരി എനിക്ക് സംസാരിക്കാനൊന്നും അറിയത്തില്ല. ബട്ട് ഒരു ട്രൈ. മെയിൻ റോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കയറി പോകുന്നത് ഞാൻ ഒരു ഷോർട്ട് കട്ട് എടുത്താണ് പോകുന്നത്. ആക്ച്വലി അതല്ല അങ്ങോട്ടുള്ള ശരിക്കുള്ള വഴി. ഇതിലേം പോവാം. എന്താണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം പ്രോപ്പർ വഴി കയറി പോവാം. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാനൊരു 6:30 അല്ലെങ്കിൽ ഒരു 7 മണിക്കൊക്കെ അവിടെ ചെല്ലണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഇരുന്ന്, പക്ഷേ എണീറ്റപ്പോൾ താമസിച്ചു. ഇപ്പോൾ സമയം ഒരു 8:30 ആയി. ഇപ്പം ക്ലൗഡ് ബെഡ് കിട്ടുമില്ല ഒന്നും അറിയില്ല. അപ്പം പെട്ടെന്ന് ചെല്ലണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഒരു ഷോർട്ട് കട്ട് കയറി വന്നു ഞാൻ. ഇത് ഒരു അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ളൊരു കയറ്റമാണ്. നമ്മളൊരു മലയാണ് നമ്മൾ കയറി പോകണേ. വലിയ ദൂരമൊന്നുമില്ല. കട്ടപ്പന എന്നൊക്കെ വരുവാണെങ്കിൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ലൊക്കേഷനിലെത്താം. ലൊക്കേഷൻ അങ്ങ് മണ്ട വരെ വണ്ടി കയറി പോവുകയും ചെയ്യും. ഞാൻ വഴി കാണിച്ചു തരാം. വലിയ സീനുള്ള വഴികളൊന്നുമല്ല, സിമ്പിൾ കേസാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത്. ഞാൻ പോയി ചുറ്റിക്കറങ്ങി തിരിച്ച് വന്ന് മെയിൻ റോട്ടിൽ കയറി. ഇതാണ് നമ്മുടെ ശരിക്കുള്ള വഴി. ഇവിടുന്ന് ഒരു 150 മീറ്റർ ടാറിട്ട റോഡാണ്. ഈ റോഡ് കഴിഞ്ഞ് ചെല്ലുന്നത് ഒരു മണ്ണിട്ട റോഡിലേക്കാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു ഓഫ് റോഡ്, വലിയ ഒബ്സ്റ്റക്കിൾസ് ഒന്നുമില്ല. നമുക്ക് സ്കൂട്ടറായിട്ടും ബൈക്കായിട്ടും കാറായിട്ടും ഒക്കെ വരാം. വലിയ തിരക്കില്ലെന്ന് തോന്നുന്നു. ഒരു വണ്ടി എങ്ങാണ്ടേ കിടപ്പുള്ളൂ. എന്താണല്ലോ, നമുക്ക് മണ്ട വരെ പോയി നോക്കാം. ക്ലൗഡ് ബെഡ് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കി വരാം. ക്ലൈമറ്റിൻ്റെ ഒരു മട്ടും ഭാവം കണ്ടിട്ട് ക്ലൗഡ് ബെഡെല്ലാം പോയി. തെളിഞ്ഞ ആകാശമായിരിക്കും. അത്യാവശ്യം സൂര്യനെ കുതിച്ച് 8:30-9 മണിയായി. എന്താണല്ലോ പോയി നോക്കാം. ഇത് കാണുമ്പോൾ അത്യാവശ്യം ഓഫ് റോഡായിട്ട് തോന്നും, പക്ഷേ ഇത് നോർമലാണ്. നമുക്ക് സുഖമായിട്ട് കാറായിട്ടും സ്കൂട്ടറൊക്കെ ആയിട്ട് കയറി പോകാം. രാവിലെ വന്ന സൺറൈസും പിടിക്കാം, നല്ല ക്ലൗഡ് ബെഡും കിട്ടും. അത്യാവശ്യം ആംബിയൻസ് അടിപൊളിയാണ്. ക്ലൗഡ് ബെഡ് ഉണ്ട്, ബട്ട് ഏറെക്കുറെ എല്ലാം തീരുമാനമായി. ഇല്ലെങ്കിൽ ഈ സൈഡ് ഫുള്ള് ഇങ്ങനെ മൂടി കിടക്കണ്ട. എന്താണല്ലോ, ഞാൻ വണ്ടി താഴോട്ട് ഇറക്കി വെച്ചിട്ട് ഉള്ള വിഷ്വൽസ് കാണിക്കാം. ഓക്കെ, കൊള്ളാല്ലേ?